ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയ സമയത്താണ് ഈ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞ നിറം വന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇത്ര തന്നെ മഞ്ഞ നിറം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇരുന്ന് പാകത്തിന് മൂത്ത് പഴുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടു. അപ്പോൾ ഒന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഒന്ന് നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഓരോ സ്റ്റാർ ഫ്രൂട്ടിൻ്റെയും തലഭാഗവും അതിൻ്റെ വാൽഭാഗവും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പിലായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് ഒരു സ്റ്റാർ, ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ഷേപ്പിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ അതിൽ ചെറിയ കുരുവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ പോർഷനിൽ കുറച്ച് മിഡിലേക്ക് വരുമ്പോഴാണ് കുരുക്കളൊക്കെ ഉള്ളത്. അപ്പോൾ നാരങ്ങയിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള കുരുവാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സാധാരണ പോലെ തന്നെ അത് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ആ വേസ്റ്റുകൾ വന്നത്, ഈ കുരു അതേപോലെ ആ തലയും വാലൊക്കെ കട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ എത്രയാണ് ശരിക്കും ഒരു സ്റ്റാർ ഷേപ്പ് തന്നെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ശരിക്കും. അത് ആ ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് കാണുമ്പോൾ അങ്ങനെ അറിയില്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പേരിൻ്റെ ഇത് മനസ്സിലാവുന്നത്. സ്റ്റാർ ഫ്രൂട്ട് പറഞ്ഞപ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ വന്നുകൊണ്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടിയിട്ടൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല, ഈ ഫ്രൂട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ജ്യൂസ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്കിത് ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അരിപ്പ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചായയൊക്കെ അരിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടിയിട്ട് കണ്ണ് വലിപ്പമുള്ള അരിപ്പയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് വീഴുമായിരിക്കാം. അപ്പോൾ ഇതിൽ കുറച്ചധികം തന്നെ ഇതിൻ്റെ ഒരു സത്തുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ആ വെള്ളം അങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഉള്ളത് ഒന്നും കൂടിയിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി അരച്ചെടുത്തപ്പോൾ അത് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഇത്രയും കണ്ണ് ചെറുതായിട്ടുള്ളതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഴുന്നത്, ഒറ്ററ്റായിട്ട് വീഴുന്നത്. കുറച്ചും കൂടി വലിപ്പമുള്ളതൊക്കെ ആണെന്ന് നമുക്ക് കുറച്ചും കൂടി കിട്ടുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് എടുത്തതിൻ്റെ ബാലൻസാണ് ഇത് കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ഇത്രയും അത് നമ്മൾ കളയാം, അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടിയൊക്കെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്കിലായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ തിക്കിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടാം. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ. അത് സാധാരണ അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചാമ്പയ്ക്ക് കഴിക്കുമ്പോൾ എങ്ങനെയാണോ ടേസ്റ്റ്, അതേപോലെ തന്നെയാണ്. നല്ല വാട്ടർ കണ്ടൻറ്റാന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത് ജ്യൂസ് ആക്കിയതിന് ശേഷം എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റും ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത്യാവശ്യം ഏകദേശം ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ജ്യൂസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ സാധാരണ പച്ചയ്ക്ക് കഴിക്കണേക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു സ്വാദ് വരുന്നുണ്ട് ഇങ്ങനെ ജ്യൂസാക്കി കുടിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സ്റ്റാർ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ, വീട്ടിലൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു പാനീയം തന്നെയാണ് വേനൽക്കാലത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.